എല്ലാവർക്കും PC വോയേജറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ശനിയാഴ്ച CPO, വുമൺ CPO, ഫയർഫോഴ്സ് തസ്തികകളിലേക്കുള്ള എക്സാം ഒക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ അതിനായിട്ട് മാത്സിന്റെ ഒരു റാപ്പിഡ് റിവിഷൻ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. മാക്സിമം മുൻകാല ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒട്ടുമിക്ക ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് സോർട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. നമ്മുടെ സിലബസിലുള്ള ഓരോ ടോപ്പിക്കുകളിൽ നിന്നും മാക്സിമം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും തന്നെ കളയാതെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാ ചോദ്യങ്ങളും നമുക്കൊന്ന് നോക്കിപ്പോവാം. ആദ്യത്തെ ചോദ്യം നോക്കാം. x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 5, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 55 ആയാൽ വൈയുടെ വില എന്ത്? ഈ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് ബേസ് ചെയ്തേക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതായത് ഇങ്ങനെയാണ്: എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നാണ്. എന്താണ്? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? എക്സ് മൈനസ് വൈയുടെ വാല്യൂം തന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന്റെ വാല്യൂം തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വൈയുടെ വില കണ്ടുപിടിക്കാനാണ്. നമ്മൾ ഈ തന്നിരിക്കുന്ന വാല്യൂസ് നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് പ്ലസ് വൈ നമുക്കറിയില്ല, അത് അങ്ങനെ തന്നെ നമ്മൾ എടുത്തെഴുതുന്നു. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 5 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് 55 ആണ്. അപ്പൊ ഇതിനെ കട്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് പ്ലസ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 55/5 എന്ന് വരും, അത് 11 ആണ്. അപ്പൊ നമുക്ക് എക്സ് പ്ലസ് വൈയുടെ വാല്യൂം എക്സ് മൈനസ് വൈയുടെ വാല്യൂം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ ഒന്ന് എടുത്തെഴുതാം. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 11, എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 5. ഇങ്ങനെയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് വൈ ആണ്. വൈ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? 1ൽ നിന്നും 2 കുറയ്ക്കാം. അങ്ങനെ കുറയ്ക്കുമ്പോൾ എക്സ് മൈനസ് എക്സ് 0 ആവും. വൈ മൈനസ് വൈ എന്ന് പറയുന്നത് വൈ മൈനസ് മൈനസ് വൈ എന്ന് പറയുന്നത് ദിസ് ഇസ് 2y. 11 മൈനസ് 5 എന്ന് പറയുന്നത് 6. അങ്ങനെയാണെങ്കിൽ വൈയുടെ വാല്യൂ എത്രയാണ്? 3 ആയിരിക്കും. 6/2 3. ഓപ്ഷൻ ബി ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ നന്നായിട്ട് ഓർത്തിരിക്കുക. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ വൈയുടെ ടൈം നെഗ്ലക്ട് ആയി പൊക്കോളും. 2x is equal to 16 എന്ന് കിട്ടും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 8, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 16 ആയാൽ എക്സിന്റെ വില എന്ത്? സെയിം ലോജിക്ക്, സെയിം ഇക്വേഷൻ നമുക്ക് ഇടാം. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എക്സ് പ്ലസ് വൈയുടെ വാല്യൂ നമുക്കുണ്ട്, അത് 8 ആണ്. എക്സ് മൈനസ് വൈ നമുക്ക് അറിയില്ല, എക്സ് മൈനസ് വൈ തന്നെ നമ്മൾ അവിടെ കൊടുത്തു. വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എത്രയാണ്? 16. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കാമല്ലോ. എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 16/8 ദാറ്റ് ഇസ് ഈക്വൽ ടു 2. അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന രണ്ട് എക്സ്പ്രഷൻ നമുക്കൊന്ന് എടുത്തെഴുതാം. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 8 ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 2. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്ന ഏതാണ്? എക്സ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. അപ്പൊ എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x ആവും. വൈ പ്ലസ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. വൈയുടെ ടൈം അവിടെ നെഗ്ലക്ട് ആയി. ഇനി 8 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 10 വരും. അങ്ങനെയാകുമ്പോൾ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിച്ചു വെക്കേണ്ട എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്പ്രഷൻ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇത് നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന പോലെ തന്നെ എക്സ് വൈ ഇട്ട് ആ ഒരു ടൈമിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ക്ലോക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. നമുക്കൊന്ന് നോക്കാം. ക്ലോക്കിലെ സമയം 3:20 ആകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്?
30h മൈനസ് 11/2 മിനിറ്റ്. അതായത് ഇതാണ് ആംഗിൾ, കോണളവ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? 30h മൈനസ് 11/2 മിനിറ്റ്. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ h സ്റ്റാൻഡ്സ് ഫോർ നമ്മുടെ അവർ, മണിക്കൂർ. എത്ര മണിക്കൂറാണ് തന്നിരിക്കുന്ന സമയത്തിലെ മണിക്കൂറിനെ സൂചിപ്പിക്കുന്നതാണ് h. അതുപോലെ m എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സമയത്തിലെ മിനിറ്റിനെ സൂചിപ്പിക്കുന്നതുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കാം. ക്ലോക്കിലെ സമയം 3:20 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 3:20 ആകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് കാണാനായിട്ട് ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ ഈ തന്നേക്കുന്ന ചോദ്യത്തില് മണിക്കൂർ എത്രയാണ്? h എന്ന് പറയുന്നത് എത്രയാ? 3. മിനിറ്റ് എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണ്. അപ്പൊ അതും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആംഗിളിന്റെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. ആംഗിളിന്റെ ഇക്വേഷൻ എന്താണ്? 30h മൈനസ് 11/2 ഇൻറ്റു മിനിറ്റ്. 11/2 മിനിറ്റ്. അപ്പൊ 30 ഇൻറ്റു അവർ 3 മൈനസ് 11/2 ഇൻറ്റു മിനിറ്റ്. മിനിറ്റിന്റെ വാല്യൂ 20 ആണ്. അപ്പൊ നമുക്ക് നോക്കാം. 30 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 90 വരും. മൈനസ് 2 ഇത് വെട്ടി കുറയ്ക്കാം 10. 11 ഇൻറ്റു 10 110 എന്ന് വരും. അപ്പൊ 90 മൈനസ് 110 എന്നാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 110 90 പോയാൽ 20. നെഗറ്റീവ് വരും. അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യം, നമുക്ക് ആംഗിൾ എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ല. ക്ലോക്കിൽ ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള ആംഗിളുകൾ വരില്ല. അപ്പൊ ഇവിടുത്തെ കോണളവ് എന്ന് പറയുന്നത് 20 ഡിഗ്രി ആണ്. അപ്പൊ ഓപ്ഷൻ എ ആയിരിക്കും ഇതിന്റെ ഉത്തരം വരുന്നത്. അപ്പൊ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 30h മൈനസ് 11/2 മിനിറ്റ്. അതൊന്ന് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. തന്നേക്കുന്ന സമയത്തിലെ അവറും മിനിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. 30h മൈനസ് 11/2 മിനിറ്റ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആംഗിൾ ഈസിലി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി ഇത് നോക്കുകയും, ക്ലോക്കിൽ സമയം 2 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? അപ്പൊ 2 മണി എന്ന് പറയുമ്പോൾ നമുക്ക് അത് എങ്ങനെ എഴുതാം? 2.00. ഇതാണ് നമ്മൾ 2 മണിക്ക് എഴുതുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് കോണളവാണ്. കോണളവിന്റെ ഇക്വേഷൻ എന്താണ്? 30h മൈനസ് 11/2 മിനിറ്റ്. അപ്പൊ നമുക്ക് ഇവിടെ അവർ എത്ര മണിക്കൂർ തന്നേക്കുന്നത്? 2. മിനിറ്റ് എന്ന് പറയുന്നത് 0യുമാണ്. അപ്പൊ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. h എന്ന് പറയുന്നത് 2 മൈനസ് 11/2 ഇൻറ്റു മിനിറ്റ് എന്ന് പറയുന്നത് 0. അപ്പൊ ഈ ഒരു ടൈം കംപ്ലീറ്റ് 0 ആവും. അപ്പൊ 30 ഇൻറ്റു 2 എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ് ഇവിടെ ആംഗിൾ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിന്റെ ഉത്തരം. അപ്പൊ ഇക്വേഷൻ ഓർത്തു വെക്കുക, 30h മൈനസ് 11/2 മിനിറ്റ്. ഇനി ക്ലോക്കിലെ തന്നെ വേറൊരു ചോദ്യം. ഒരു ക്ലോക്കിലെ സമയം 1 മണി 10 മിനിറ്റ് കാണിക്കുന്നു എങ്കിൽ അതിന്റെ പ്രതിബിംബത്തിലെ സമയം എത്രയായിരിക്കും? നമ്മള് ഇപ്പൊ ക്ലോക്കിലെ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചു. അതായത് 30h മൈനസ് 11/2 മിനിറ്റ്. ഇവിടെ പ്രതിബിംബത്തിലെ സമയം കണ്ടെത്തുവാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇക്വേഷൻ അല്ല, നമുക്ക് ആ തന്നിരിക്കുന്ന സമയത്തിനെ ഒരു നമ്പർ നിങ്ങൾ പഠിച്ചു വെക്കുക. 12 മണി. 12 മണീനെ നമ്മൾ എങ്ങനെ എഴുതും? 11:60. ഈ ഒരു നമ്പർ നിങ്ങൾ ഓർത്തുക. 11.60. തന്നിരിക്കുന്ന സമയത്തെ 11.60യിൽ നിന്ന് നമുക്ക് കുറച്ചു കഴിഞ്ഞാൽ പ്രതിബിംബത്തിലെ സമയം കിട്ടും. തന്നിരിക്കുന്ന സമയത്തെ ഏത് നമ്പറിൽ നിന്നാണ്? 11.60. അതായത് 12 മണി എന്ന് ഓർത്താൽ മതി. അപ്പൊ 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 11 മണിക്കൂർ 60 മിനിറ്റ് എന്ന് പറയുന്നതാണ് 12 മണി. അപ്പൊ 12 മണി എന്നല്ല എഴുതേണ്ടത്, 11.60. പ്രതിബിംബത്തിന്റെ സമയം കാണാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന സമയത്തെ 11.60യിൽ നിന്ന് കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇനി ചോദ്യത്തിലേക്ക് നോക്കാം. ക്ലോക്കിലെ സമയം എത്രയാണ്? 1 മണി 10 മിനിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്ന സമയം. ഇനി പ്രതിബിംബത്തിലെ സമയം കാണുന്ന ഏത് നമ്പറിൽ നിന്ന് കുറയ്ക്കണം എന്നാണ് പറഞ്ഞത്? 11.60. അപ്പോ 11.60 നമ്മൾ എഴുതും. ഇത് മൈനസ് നമ്മുടെ തന്നിരിക്കുന്ന സമയം 1 മണി 10 മിനിറ്റ്. അപ്പൊ ഇത് 11 എന്ന് പറയുന്നത് നമ്മുടെ മണിക്കൂറിന്റെ സെക്ഷനും 60 എന്ന് പറയുന്നത് നമ്മുടെ മിനിറ്റിന്റെ സെക്ഷനുമാണ്. അപ്പൊ തന്നിരിക്കുന്ന സമയത്തിലെ മണിക്കൂറിന്റെ വാല്യൂ മണിക്കൂറിന്റെ 11ന്റെ താഴെയും മിനിറ്റിന്റെ വാല്യൂ 60ന്റെ താഴെയും നമ്മൾ എഴുതും. അപ്പൊ 1:10. അപ്പൊ 11:60 നിന്നും നമ്മുടെ തന്നിരിക്കുന്ന സമയം കുറച്ചു. ഇനി ഇത് കുറയ്ക്കുമ്പോൾ എത്ര വരും? 60 10 പോയാൽ 50, 11 1 പോയാൽ 10. അപ്പൊ മിററിലെ സമയം എന്ന് പറയുന്നത്
10:50 ആയിരിക്കും. 10 മണിക്കൂർ 50 മിനിറ്റ്. ഓപ്ഷൻ എ ആണ്. അപ്പൊ പ്രതിബിംബത്തിലെ സമയം കാണാൻ വേണ്ടിയിട്ട് ഏത് നമ്പറിൽ നിന്ന് കുറയ്ക്കണം? 11.60. ഈ നമ്പറിൽ നിന്ന് കുറച്ച് കഴിഞ്ഞ് തന്നിരിക്കുന്ന സമയം കുറച്ചാല് നമുക്ക് നമ്മുടെ പ്രതിബിംബത്തിലെ സമയം കണ്ടെത്താനായിട്ട് പറ്റും. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ക്ലോക്കിലെ സമയം 12:20 ആയാൽ കണ്ണാടിയിൽ പ്രതിബിംബത്തിന്റെ സമയം എത്ര? ഈ ഒരു ചോദ്യം നമ്മളിപ്പോ പറഞ്ഞു. പ്രതിബിംബത്തിലെ സമയം കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞേക്കുന്നത്? തന്നിരിക്കുന്ന സമയത്തെ 11.60 നിന്നും കുറച്ചാൽ മതി. ഇനി ആ തന്നിരിക്കുന്ന സമയത്തില് മണിക്കൂറിന്റെ സ്ഥാനത്ത് 12 ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ 0 വെച്ച് റീപ്ലേസ് ചെയ്യണം. തന്നിരിക്കുന്ന സമയത്തിൽ മണിക്കൂറിന്റെ സ്ഥാനത്ത് 0 ഉണ്ട് എങ്കിൽ അവിടെ നമ്മൾ അതിനെ 0 വെച്ച് റീപ്ലേസ് ചെയ്യും. എന്നിട്ട് 11:60 നിന്ന് കുറയ്ക്കും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ സമയം നോക്കിക്കേ, എത്രയാ? ക്ലോക്കിലെ സമയം 12:20 ആണ്. 12:20. തന്നിരിക്കുന്ന സമയത്തിലെ മണിക്കൂറിൽ 12 ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് 00 കൊടുക്കും. അപ്പൊ സമയം എന്തായി? 00:20 എന്നാവും. എന്നിട്ട് എന്ത് ചെയ്യണം? 11.60 നിന്ന് കുറയ്ക്കണം. ഈ സമയത്തിനെ നമ്മൾ 11.60 നിന്ന് നമ്മൾ കുറയ്ക്കും. അപ്പൊ നമുക്ക് എത്ര ഉത്തരം വരുന്നു നോക്കിക്കേ. 60 20 പോയാലും 40. 11 - 0 11. അപ്പോൾ നമുക്ക് സമയം എന്ന് പറയുന്നത്, പ്രതിബിംബത്തിലെ സമയം എന്ന് പറയുന്നത് 11.40. ഓപ്ഷൻ സി ആയിരിക്കും. അപ്പൊ അതായത് പ്രതിബിംബത്തിന്റെ സമയം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പ്രതിബിംബത്തിന്റെ സമയം കാണാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന സമയത്തെ 11.60 നിന്ന് കുറയ്ക്കണം. 11.60 നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സമയത്തിൽ മണിക്കൂറിന്റെ സ്ഥാനത്ത് 12 ആണ് എങ്കിൽ ആ 12ന്റെ സ്ഥാനത്ത് 0 കൊടുത്തതിന് ശേഷം വേണം 11.60 നിന്ന് കുറയ്ക്കുവാനായിട്ടെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി ശശി ഒരു വസ്തു വാങ്ങിയപ്പോൾ അതിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ 30% കുറവ് ലഭിച്ചു. അയാൾ അത് 25% ലാഭത്തിൽ 8,750 രൂപയ്ക്ക് വിറ്റാൽ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വില എന്ത്? അപ്പൊ ഇത് ശതമാനത്തിന്റെ ഭാഗത്ത് നിന്നും വന്നേക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇതിങ്ങനെ പെർസെൻറ്റേജ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അതിന്റെ ബേസ് വില, ആ ബേസ് വില നമ്മൾ ഒരു എക്സ് ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇവിടെ ഇത്ര ശതമാനം കൂട്ടി ഇത്ര ശതമാനം കുറച്ചു അങ്ങനെയെല്ലാം പറയുമ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ഫ്രാക്ഷൻ വെച്ചിട്ട് ആ ബേസ് വിലയെ, നമ്മുടെ ആ സാധനത്തിന്റെ വിലയെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എപ്പോഴും 0 ആയിരിക്കും. ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എപ്പോഴും 0 ആയിരിക്കും. ഇനി ന്യൂമറേറ്റർ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഇപ്പോ ഒരു X% കുറവാണ് എന്ന് പറഞ്ഞാൽ അവിടെ ന്യൂമറേറ്റർ നമ്മൾ എടുക്കുന്നത് 100 - X എന്നായിരിക്കും. ഇപ്പോ ആ വസ്തുവിന്റെ വിലയിൽ 90% കുറവ് വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ന്യൂമറേറ്റർ 100 - 90, അതായത് 10 ആയിരിക്കും ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ എപ്പോഴും 100 തന്നെ ആയിരിക്കും. ഇനി ഒരു വസ്തുവിന്റെ വിലയിൽ 20% കുറവ് രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രാക്ഷൻ എങ്ങനെ വരും? ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എപ്പോഴും 100 ആയിരിക്കും. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 20% കുറവ് എന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് 100ൽ നിന്നും 20 കുറച്ച് 80 ആയിരിക്കും. ഇനി 20% കൂടുതൽ വിലയ്ക്കാണ് വിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രാക്ഷൻ എങ്ങനെ മാറും? ഇതിന്റെ ഡിനോമിനേറ്റർ 100 ആയിരിക്കും. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 100ൽ നിന്നും 20% കൂട്ടും. അപ്പം 120 ആയിരിക്കും നമ്മുടെ ന്യൂമറേറ്റർ വരുന്നത്. അപ്പൊ ആ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലങ്ങൾ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ചോദ്യം ഒന്ന് നോക്കാം. ശശി ഒരു വസ്തു വാങ്ങിയപ്പോൾ അതിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ 30% കുറവ് ലഭിച്ചു. അപ്പൊ അതില് രേഖപ്പെടുത്തിയിരിക്കുന്ന വില X ആണ് എങ്കിൽ അതിൽ 30% കുറവ് അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് പറഞ്ഞാല് അത് എത്ര വിലക്കായിരിക്കും കിട്ടിയിരിക്കുന്നത്? X × 30% കുറവ് ലഭിച്ചു. അപ്പൊ ഒരു ഫ്രാക്ഷൻ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അതിന്റെ ഡിനോമിനേറ്റർ എപ്പോഴും 0 ആയിരിക്കും. ന്യൂമറേറ്റർ എന്താണ്? 30% കുറവ് എന്ന് പറയുമ്പോൾ 100 - 30 70 ആയിരിക്കും. അപ്പൊ ഈ ഒരു വിലക്കാണ് ശശിക്ക് ആ ഒരു വസ്തു ലഭിച്ചത്. അപ്പൊ ശശിയുടെ കയ്യിൽ ആ സാധനം കിട്ടിയപ്പോൾ അതിന്റെ വില എന്ന് പറയുന്നത് എത്രയാ? X × 70/100 ആണ്. ഇനി അയാൾ അത് വിൽക്കാൻ പോവാണ്.
അയാൾ അത് 25% ലാഭത്തിൽ വിറ്റു. അപ്പോൾ ഇത്രയും വിലയാണല്ലോ കയ്യിലിരിക്കണേ. ഇനി ഇതിന്റെ 25% എന്ന് പറയുമ്പോൾ 25% ലാഭത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എൻറ്റയർ ഫ്രാക്ഷനെയും നമ്മൾ ഫ്രാക്ഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. അപ്പൊ എങ്ങനെ വരും? 25% ലാഭം എന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് വീണ്ടും ഡിനോമിനേറ്റർ 100 വരും, ന്യൂമറേറ്ററിൽ 25% ലാഭമായതുകൊണ്ട് കൂടുതലാണ്. അപ്പോൾ ലാഭം എന്ന് പറയുമ്പോൾ നമ്മൾ 100നോട് കൂടി കൂട്ടും. അപ്പൊ 25% ലാഭം എന്ന് പറഞ്ഞാൽ 100 + 25 125 ആവും. അപ്പൊ 25% ലാഭത്തിൽ അത് എത്ര രൂപയ്ക്ക് വിറ്റു? 8750 രൂപയ്ക്ക്. അപ്പൊ ഇതിന്റെ മൊത്തം വില എന്ന് പറയുന്നത് 8750 രൂപയാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ചോദ്യം നോക്കിക്കേ, ഒരു സാധനം അതിന്റെ വില ആയിരുന്നു എക്സ്, ആ വിലയ്ക്ക് 30% കുറവ് ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് ഇൻറ്റു 70/100 വന്നു. ഇനി അത് അയാൾ 25% ലാഭത്തിൽ വിറ്റു എന്ന് പറയുമ്പോൾ ഇൻറ്റു 125/100. അപ്പൊ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ 8750 രൂപ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിനൊന്ന് സോൾവ് ചെയ്യാം. ഇക്വേഷൻ ഒന്ന് ഇവിടെ എടുത്തെഴുതാം. എക്സ് ഇൻറ്റു 70/100 ഇൻറ്റു 125/100 is equal to 8750. അങ്ങനെയാണ് എക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എക്സ് is equal to 8750 ഇൻറ്റു 100 ഇൻറ്റു 100 ഡിവൈഡഡ് വിത്ത് 125 ഇൻറ്റു 70. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വെട്ടി കുറയ്ക്കാം. അങ്ങനെ നമുക്ക് 10,000 എക്സിന്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതായത് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാല്യൂ 10,000 രൂപ എന്നാണ്. അപ്പൊ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വില എത്രയാണ്? 10,000 രൂപ. അപ്പോൾ ഈ ഒരു ഫ്രാക്ഷൻ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെട്ടിക്കുറച്ച് നമ്മുടെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ചോദ്യം കൂടെ നോക്കാം. ഒരാൾ ഒരു സാധനം 1250 രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് 25% ലാഭം കിട്ടി. എന്നാൽ എത്ര രൂപയ്ക്ക് വിറ്റാൽ അയാൾക്ക് 10% നഷ്ടമുണ്ടാകും? അപ്പോൾ ഇവിടെ തന്നേക്കുന്ന ചോദ്യത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഒരാൾ ഒരു വസ്തു വിൽക്കുകയാണ്. ആ വസ്തുവിന്റെ വില എന്ന് പറയുന്നത് എക്സ് രൂപയാണ്. ആ എക്സ് രൂപ വിലയുള്ള സാധനം അയാൾ 1250 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ അയാൾക്ക് 25% ലാഭം കിട്ടി. അപ്പൊ നമുക്ക് അതിനെ എക്സ്പ്രഷനിലേക്ക് മാറ്റാം. എക്സ് വിലയുള്ള ഒരു സാധനം 25% ലാഭത്തിന് അയാൾ വിറ്റപ്പോൾ അപ്പൊ ഫ്രാക്ഷൻ എന്ത് വരും? അതിന്റെ ഡിനോമിനേറ്റർ 100 ആയിരിക്കും. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 25% ലാഭം എന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് ന്യൂമറേറ്ററിൽ 125 വരും. അപ്പോൾ 25% ലാഭം കിട്ടി എന്ന് പറഞ്ഞപ്പോൾ അയാൾ അത് എത്ര രൂപയ്ക്കാണ് വിറ്റത്? 1250 രൂപയ്ക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആ വസ്തുവിന്റെ ഒറിജിനൽ വില ഇവിടെ കണ്ടുപിടിക്കാമല്ലോ. അത് എത്രയാ വരുന്നേ? 125 ഇത് കട്ട് ചെയ്താൽ ഇവിടെ 10 വരും. അപ്പൊ അങ്ങനെയാണ് ഇത് ക്രോസ് ചെയ്യുമ്പോൾ എക്സ് is equal to 1000. ആ വസ്തുവിന്റെ ഒറിജിനൽ വില എന്ന് പറയുന്നത് 1000 രൂപയാണ്. ഇനി ചോദിച്ചേക്കുന്നത് എന്താ? എന്നാൽ എത്ര രൂപയ്ക്ക് വിറ്റാൽ അയാൾക്ക് 10% നഷ്ടമുണ്ടാകും? ഇനി 10% നഷ്ടമുണ്ടാകണമെങ്കിൽ ആ വസ്തു എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഈ 1000 രൂപയ്ക്ക് 10% നഷ്ടമുണ്ടാക്കി വരുന്ന വില കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ എങ്ങനെ ചെയ്യാം? 1000 ഇൻറ്റു ആ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എപ്പോഴും 100 ആണ്. ന്യൂമറേറ്റർ നമുക്ക് 10% നഷ്ടമുണ്ടാകുന്ന കേസാണ് നോക്കുന്നത്. അപ്പൊ 100ൽ നിന്നും 10 കുറച്ചിട്ട് നമുക്ക് 90 വരും. അപ്പൊ ഇതിനെ നമ്മൾ വെട്ടി കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ ഉത്തരം നമുക്ക് 900 എന്ന് വരും. ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അപ്പൊ ഈ ചോദ്യം നമ്മൾ ഒന്നുകൂടെ പറയാം. ഒരാൾ ഒരു വസ്തു 1250 രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് 25% ലാഭം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒറിജിനൽ വില നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. അതെങ്ങനെയാ? ഈ ഒറിജിനൽ വില എന്ന് പറയുന്ന എക്സ് ആണ്. ഇതിന് 25% ലാഭം കിട്ടി എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മൾ ആ ഒറിജിനൽ വിലയെ ഒരു ഫ്രാക്ഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് അതിന്റെ ഡിനോമിനേറ്റർ 100, ന്യൂമറേറ്റർ 25% ലാഭമായതുകൊണ്ട് 125 വന്നു. ആ വില എന്ന് പറയുന്ന 1250 ആയിരുന്നു. അങ്ങനെ നമ്മൾ വസ്തുവിന്റെ ഒറിജിനൽ വില കണ്ടുപിടിച്ചു. അത് 1000 ആണ്. ഇനി ഇപ്പൊ നമുക്ക് ഒറിജിനൽ വില കിട്ടി. ഈ ഒറിജിനൽ വിലയിൽ 10% നഷ്ടമുണ്ടായാൽ എത്ര രൂപയ്ക്കാണ് വിറ്റേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ 1000നെ ആ ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ അതിന്റെ ഡിനോമിനേറ്റർ 100 ആണ്. ന്യൂമറേറ്റർ 10% നഷ്ടം എന്ന് വന്നേക്കുന്നത് കൊണ്ട് 100 - 10 90 വരും. എന്നിട്ട് ഇതിനെ കട്ട് ഷോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ വില കിട്ടും 900 എന്ന് കിട്ടും. ഓപ്ഷൻ സി അങ്ങനെ നമുക്ക് ആൻസർ ആയിട്ട് വരും. മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
ഇനി ഒരു ടി വി കമ്പനി ഒരു പ്രത്യേക ഇനം ടിവിയുടെ വില വർഷം തോറും 5% വീതം കുറയ്ക്കുന്നു. ടിവിയുടെ ഇപ്പോഴത്തെ വില 8,000 രൂപയാണെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ വില എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ വർഷം തോറും 5% വീതം കുറയുന്നു, അല്ലെങ്കിൽ വർഷം തോറും 5% വീതം കൂടുന്നു, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എത്ര വർഷമാണോ പറയുന്നത് അത്രയും തവണ നമ്മൾ ആ ഫ്രാക്ഷനിങ് അതിന്റെ ഒറിജിനൽ വിലയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടത്തെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 8,000 രൂപയാന്ന് പറഞ്ഞിട്ടുണ്ട്. 2 കൊല്ലം കഴിയുമ്പോൾ ടിവിയുടെ വിലയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ 2 തവണ നമ്മൾ ആ ഫ്രാക്ഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എപ്പോഴും 100 ആയിരിക്കും. ന്യൂമറേറ്റർ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറി വരും. അപ്പൊ ഇവിടെ 5% വീതം കുറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ എങ്ങനെ വരും? 100-ൽ നിന്നും 5 കുറച്ചിട്ട് 95 ആയിരിക്കും നമ്മുടെ ന്യൂമറേറ്റർ. അപ്പൊ ആ ഫ്രാക്ഷൻ എന്ന് പറയുന്നപ്പോൾ 95/100 ആണ്. ഈ ഫ്രാക്ഷനെ നമ്മൾ ഇപ്പോഴത്തെ വിലയോട് 2 തവണ മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം 2 കൊല്ലം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 8,000 രൂപയാണ്. 8,000 ഇൻറ്റു 2 കൊല്ലം കഴിയുമ്പോഴാണ് വില ചോദിച്ചേക്കുന്നത്. അപ്പൊ 2 തവണ നമ്മുടെ ഫ്രാക്ഷനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ 100, ന്യൂമറേറ്റർ 5% വീതം കുറവായതുകൊണ്ട് 95 വരും. ഇൻറ്റു 100 95. എന്നിട്ട് ഇതിനെ നമ്മൾ വെട്ടിക്കുറയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ഉത്തരം നമുക്ക് 7,220 എന്ന് വരും. അപ്പൊ നമ്മുടെ 2 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ ടിവിയുടെ വില എത്രയാണെന്ന് കിട്ടി? 7,220 രൂപയാണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ പറഞ്ഞേക്കുന്ന പെർസെൻറ്റേജിന്റെ വേരിയേഷൻ കുറയുകയാണോ കൂടുകയാണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കി ഫ്രാക്ഷൻ ഫോം ചെയ്തതിന് ശേഷം എത്ര കൊല്ലത്തെ കാര്യം പറയുന്നുണ്ടോ അത്രയും തവണ നമ്മൾ ആ ഫ്രാക്ഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും. മനസ്സിലായെങ്കിൽ നമുക്ക് പെർസെൻറ്റേജിൽ തന്നെ വേറൊരു ചോദ്യം നോക്കാം. ഒരു വസ്തുവിന്റെ വില 30% കൂട്ടിയ ശേഷം 30% വിലക്കുറവിൽ വിറ്റാൽ ലാഭമോ നഷ്ടമോ? എത്ര ശതമാനം? ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ വേറെ ഒന്നും നമ്മൾ നോക്കണ്ട. ഈ ഫ്രാക്ഷൻ തന്നിരിക്കുന്ന സെയിം ഫ്രാക്ഷൻ ആണ്. 30% കൂട്ടിയ ശേഷം 30% വിലക്കുറവ്. 1 കൂട്ടി 1 കുറഞ്ഞു, രണ്ടും സെയിം പെർസെൻറ്റേജ്. അങ്ങനെ വരികയാണ് എങ്കിൽ അത് എപ്പോഴും നഷ്ടത്തിലായിരിക്കും, എപ്പോഴും നഷ്ടമായിരിക്കും. ആ നഷ്ടം എന്ന് പറയുന്നത് a²/100 ആയിരിക്കും. ക്ലിയർ ആയോ? നഷ്ടം എന്ന് പറയുന്നത് എപ്പോഴും a²/100 ആയിരിക്കും. അപ്പോ ഈ ചോദ്യത്തിൽ നമുക്ക് എങ്ങനെ വരും? വസ്തുവിന്റെ വില 30% കൂട്ടിയ ശേഷം 30% വിലക്കുറവിൽ വിറ്റാൽ നമുക്ക് നഷ്ടമായിരിക്കും. അപ്പൊ നോക്കുക, a% കൂട്ടി a% കുറച്ച് വിറ്റാൽ എപ്പോഴും നഷ്ടം തന്നെ ആയിരിക്കും. അതിന്റെ ശതമാനം എന്ന് പറയുന്നത് a²/100 ആയിരിക്കും. അപ്പൊ ഇവിടെ എത്ര വരും? 30²/100 എന്ന് വരും. എന്ന് പറയുമ്പോൾ 900/100 എന്ന് വരും. അപ്പോൾ 9% നഷ്ടത്തിൽ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ a% കൂട്ടി a% കുറച്ച് വിറ്റ് കഴിഞ്ഞാൽ എപ്പോഴും നഷ്ടമായിരിക്കും. നഷ്ടത്തിന്റെ ശതമാനം എന്ന് പറയുന്നത് a²/100 ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു സമപാർശ്വ ത്രികോണത്തിലെ തുല്യമല്ലാത്ത കോൺ 80 ഡിഗ്രി ആയാൽ തുല്യമായ കോണുകളുടെ അളവ്. ഈ സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണത്തിന് 3 വശങ്ങളാണല്ലോ. ആ 3 വശങ്ങളിൽ 2 വശം തുല്യമായിരിക്കും. മൂന്നാമത്തെ വശം അതിനോട് തുല്യമല്ല. 2 വശങ്ങൾ തുല്യമാണ് എങ്കിൽ അത് സമപാർശ്വ ത്രികോണം എന്നാണ് പറയുന്നത്. ഇനി 3 വശം തുല്യമാണെങ്കിൽ അത് സമഭുജ ത്രികോണമായിരിക്കും. അതിന്റെ 3 കോണുകളും 60 ഡിഗ്രി വീതമായിരിക്കും. ഒരു സമഭുജ ത്രികോണമാണ് എങ്കിൽ അതിന്റെ 3 കോണുകളും 60 ഡിഗ്രി വീതം ആയിരിക്കും. അപ്പൊ ഇവിടെ സമപാർശ്വ ത്രികോണമാണ്. അപ്പൊ ഇതിന്റെ 2 വശങ്ങൾ എപ്പോഴും തുല്യമായിരിക്കും. അപ്പം ഈ 2 വശങ്ങളാണ് നമ്മൾ തുല്യമായിട്ട് എടുക്കുന്നത് എങ്കിൽ ഇതിന്റെ ഈ 2 കോണുകളും തുല്യമായിരിക്കും. 2 വശങ്ങളും അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന 2 കോണുകളും തുല്യമായിരിക്കും. ഇനി ഈ ചോദ്യത്തിൽ എന്താ തന്നിരിക്കുന്നത്? തുല്യമല്ലാത്ത കോൺ 80 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു കോൺ എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ തുല്യമായ കോണുകളുടെ അളവാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെയും അളവുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇതിലെ ഒരു കോൺ എക്സ് ഡിഗ്രി എന്നെടുത്താൽ ഈ കോണും എക്സ് ഡിഗ്രി തന്നെയാണല്ലോ. ഈ 3 കോണുകളും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 ഡിഗ്രി എന്ന് കിട്ടണം. അപ്പൊ നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് 80, അതായത് 2x പ്ലസ് 80 എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 2x എന്ന് പറയുന്നത് 180 മൈനസ് 80 100 ഡിഗ്രി വരും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 100/2 50 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ സി. അപ്പൊ തുല്യമായ കോണുകളുടെ അളവ് എന്ന് പറയുന്നത് 50 ഡിഗ്രി വീതം ആയിരിക്കും. ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെയും അളവുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ അതിലെ ഒരു കോണിന്റെ അളവ് 60 ഡിഗ്രി ആയിരിക്കും. ഓരോ കോണുകളും 60 ഡിഗ്രി വീതമായിരിക്കും. സമപാർശ്വ ത്രികോണത്തിൽ 2 കോണുകൾ തുല്യമായിരിക്കും. മൂന്നാമത്തെ കോൺ അതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അപ്പൊ ആ ഒരു കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചതുരാകൃതിയിലുള്ള ഒരു ഇരുമ്പു കട്ടയുടെ നീളം 25 സെന്റിമീറ്ററും വീതി 10 സെന്റിമീറ്ററും ഉയരം 4 സെന്റിമീറ്ററുമാണ്. ഇത് ഉരുക്കി ഒരു സമചതുര കട്ട ഉണ്ടാക്കിയാൽ ഒരു വശത്തിന്റെ നീളം എത്ര? ഇങ്ങനെ ഒരു ചതുരാകൃതിയിലുള്ള ഒരു ഇരുമ്പ് കട്ടയാണ്. ഇങ്ങനെ ഒരു ചതുരാകൃതിയിലുള്ള ഒരു ഇരുമ്പ് കട്ട ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇങ്ങനെയുള്ള ഒരു ഇരുമ്പ് കട്ടയാണ്. അപ്പൊ ഈ എൻ്റയർ സാധനം, ഇതിന്റെ ഫുൾ വോളിയവും ഉരുക്കി, ഇത് മൊത്തമായിട്ടാണ് ഉരുക്കുന്നത്. മൊത്തമായിട്ട് ഉരുക്കിയിട്ട് ഒരു സമചതുര കട്ട, ഒരു ക്യൂബാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ വോളിയത്തിനൊന്നും മാറ്റം വരില്ല. സെയിം സാധനം തന്നെ ഉരുക്കി നമ്മൾ ഇങ്ങനെ ഒരു സമചതുര കട്ട ഉണ്ടാക്കുകയാണ്. അപ്പൊ വോളിയത്തിന് മാറ്റം വരുമോ? ഇല്ല. ഇതിലെന്തോ ഒരു സാധനങ്ങളുണ്ടോ അതിനെ അങ്ങനെ തന്നെ ഉരുക്കി മറ്റൊരു സാധനമാക്കി മാറ്റിയേക്കുക എന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ തുല്യമായിട്ട് വരുന്നത് അതിന്റെ വ്യാപ്തമായിരിക്കും. ഏതൊരു കേസിലും ഒരു വസ്തു ഉരുക്കി അതിനെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളുക, അവിടെ അതിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എപ്പോഴും സെയിം ആയിരിക്കും. ആദ്യത്തെ വസ്തുവിന്റെ വോളിയം തന്നെയായിരിക്കും രണ്ടാമത്തെ വസ്തുവിന്റെയും. അപ്പോൾ ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് എന്താ? ചതുരാകൃതിയിലുള്ള ഇരുമ്പ് കട്ടയാണ്. അപ്പൊ ചതുരാകൃതിയിലുള്ള ഇരുമ്പ് കട്ടയുടെ വ്യാപ്തം എന്താണോ അതേ വ്യാപ്തം തന്നെയായിരിക്കും അത് ഉരുക്കി ഉണ്ടാക്കുന്ന സമചതുര കട്ടയുടെയും വ്യാപ്തം. പിന്നെ നമ്മൾ ഇതിന്റെ വ്യാപ്തം രണ്ടിന്റെ സെയിം ആണെന്ന് മനസ്സിലാക്കി. ഇനി ഇതിന്റെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ നമുക്കൊന്ന് എഴുതാം. ചതുരാകൃതിയിലുള്ള അതിന്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 വശത്തിന്റെയും പ്രോഡക്റ്റ്, അതായത് L × B × H ആണ് ഒരു ചതുരാകൃതിയിലുള്ള ഇരുമ്പ് കട്ടയുടെ വ്യാപ്തം എന്ന് പറയുന്നത്. ഇനി സമചതുരാകൃതിയിലുള്ള കട്ടയുടെ വ്യാപ്തം, അല്ലെങ്കിൽ അതാണ് ക്യൂബ് എന്ന് പറയുന്നത്, അതിന്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ A³ ആയിരിക്കും. അതായത് സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പൊ ഈ 3 വശത്തിനെയും ഗുണിക്കുക. L × B × H എന്ന് പറയുന്നത് A × A ആണ്. അപ്പൊ A³ ആയിരിക്കും. അപ്പൊ ഇതാണല്ലോ ഇക്വേഷൻ. ഇനി നമുക്ക് ചതുരാകൃതിയിലുള്ള ഇരുമ്പുകട്ടയുടെ വ്യാപ്തം നോക്കാം. അതിന്റെ നീളം എന്ന് പറയുന്നത് L 25 സെന്റിമീറ്റർ, ബി എന്ന് പറയുന്നത് വീതി 10 സെന്റിമീറ്റർ. അപ്പൊ B 10 സെന്റിമീറ്റർ കൊടുത്തു. ഇനി ഉയരം H എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വ്യാപ്തം നമുക്ക് കണ്ടുപിടിക്കാം. L × B × H ആണ്. വോളിയം = 25 × 10 × 4. ഈ വോളിയം തന്നെ ആയിരിക്കും എന്ത്? സമചതുര കട്ടയുടെയും വ്യാപ്തം. അപ്പൊ ആ വ്യാപ്തത്തിന്റെ ഇക്വേഷൻ ആണ് എന്ത്? A³. നമ്മൾ ഉരുക്കി ഉണ്ടാക്കിയേക്കുന്ന സമചതുര കട്ടയുടെ ഒരു വശം എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ അതിന്റെ വ്യാപ്തം A³ ആണ്. അപ്പൊ A³ എന്ന് പറയുന്നത് എത്രയാണ്? 25 × 10 × 4 എന്ന് വരും. അപ്പൊ ഇത് എത്ര? 25 4 100, 100 × 10 1000. A³ 1000 ആണ്. അങ്ങനെയാണെങ്കിൽ A എത്രയായിരിക്കും? 1000 എന്ന് പറയുമ്പോൾ 10ന്റെ ക്യൂബാണ് 1000. അപ്പോൾ ഒരു വശം എത്രയായിരിക്കും? 10 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരു വസ്തു ഉരുക്കി മറ്റൊരു ഫോമിലേക്ക് ആക്കി എന്ന് പറയുമ്പോൾ രണ്ടിന്റെയും വ്യാപ്തം എപ്പോഴും സെയിം ആയിരിക്കും, സെയിം വ്യാപ്തമായിരിക്കും. എന്നിട്ട് രണ്ട് വസ്തുവിന്റെയും വ്യാപ്തം ഇക്വേഷൻ അത് അറിഞ്ഞിരിക്കണം. എന്നിട്ട് അതിന് തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് വേറൊരു ചോദ്യം ഇതുപോലെ തന്നെ നോക്കാം.
10 സെന്റിമീറ്റർ ആരമുള്ള ഈയഗോളം ഉരുക്കി അതേ ആരമുള്ള ഒരു വൃത്തസ്തൂപികയാക്കിയാൽ സ്തൂപികയുടെ ഉന്നതി. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ഇവിടെ രണ്ട് രൂപങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന് ഒരു ഗോളമാണ്. ഗോളത്തിനെ ഉരുക്കി എന്താക്കി മാറ്റി? ഒരു വൃത്തസ്തൂപിക ആക്കി മാറ്റി. ഒരു വൃത്തസ്തൂപികയാക്കി മാറ്റി. അപ്പോ ഇങ്ങനെ ഉരുക്കി മാറ്റുമ്പോൾ ഞാൻ പറഞ്ഞു എപ്പോഴും വ്യാപ്തം സെയിം ആയിരിക്കും. ഒരു ഗോളത്തിന്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4/3 πr³ ആണ്. വൃത്തസ്തൂപികയുടെ വ്യാപ്തം എന്ന് പറഞ്ഞാല് 1/3 πr²h ആണ്. അപ്പൊ ഇനി നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാലോ. നോക്കിക്കേ, ഗോളത്തിന്റെ റേഡിയസ് എത്രയാണ്? 10 സെന്റിമീറ്റർ ആരമുള്ള ഈയഗോളം. ആരം എന്ന് പറഞ്ഞാൽ റേഡിയസ്. അപ്പൊ നമ്മൾ ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 4/3 × π × 10³ ഇത് ഉരുക്കി എന്താക്കി മാറ്റി എന്ന് പറഞ്ഞേക്കുന്നത്? വൃത്തസ്തൂപികയാക്കി. അതിന്റെ ആരം എന്ന് പറയുന്നത് എത്രയാണ്? സെയിം ആരം തന്നെയാണ്. അപ്പൊ 1/3 π × ആ ആറ് എന്ന് പറയുന്നത് അതേ ആറ് തന്നെയാണ്. അപ്പൊ 10 തന്നെ കൊടുത്തു. 10² × ഹൈറ്റ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വസ്തു ഉരുക്കി മറ്റൊരു വസ്തു ആക്കി എന്ന് പറഞ്ഞാല് നമുക്ക് വ്യാപ്തത്തിനെ ഇക്വേറ്റ് ചെയ്യിക്കാം. അപ്പൊ നമ്മൾ ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നു. 4/3 π × 10³ is equal to 1/3 π × 10² × h. ഇനി നമുക്ക് ഇതിനെ വെട്ടി കുറയ്ക്കാം. 3 ക്യാൻസൽ ചെയ്യാം. π പോവും. 10² 10³ വെട്ടും. അപ്പം 4 × 10 ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ ആയിരിക്കും. ഹൈറ്റ് ഓപ്ഷൻ സി 40 സെന്റിമീറ്റർ. ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഗോളത്തിന്റെ വ്യാപ്തമാണ് എന്ത്? 4/3 πr³. വൃത്തസ്തൂപികയുടെ വ്യാപ്തം എന്ന് പറയുന്നത് 1/3 πr²h ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു വൃത്തത്തിൽ അന്തർലേഖനം ചെയ്ത സമചതുരത്തിന്റെ ഒരു വശം 2 സെന്റിമീറ്റർ ആയാൽ വൃത്തത്തിന്റെ പരപ്പളവ്. അപ്പൊ നമുക്ക് ഈ ചോദ്യം ഒന്ന് പിക്ചറിലേക്ക് മാറ്റാം. ഒരു വൃത്തത്തിൽ അന്തർലേഖനം ചെയ്ത സമചതുരം. ഇത് ഒരു വൃത്തം. ആ വൃത്തത്തില് ഒരു സമചതുരം അന്തർലേഖനം ചെയ്തിരിക്കുന്നു. ഇത് സമചതുരമാണ് കേട്ടോ. ഒരു സമചതുരം അന്തർലേഖനം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് എങ്കിൽ ഒരു കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. സമചതുരത്തിന്റെ ഒരു വശം 2 സെന്റിമീറ്റർ. ഇത് 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതെല്ലാം 2 സെന്റിമീറ്റർ ആയിരിക്കുമല്ലോ. 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ വൃത്തത്തിന്റെ പരപ്പളവ്, ഏരിയയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഏരിയ. വൃത്തത്തിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? πr². എന്താണ് വൃത്തത്തിന്റെ ഏരിയയുടെ ഇക്വേഷൻ? πr². അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വൃത്തത്തിന്റെ റേഡിയസ് കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ ഈ പിക്ചറിൽ ഞാനൊന്ന് മാർക്ക് ചെയ്യാം. എന്താ ഇത്? സെന്റർ. ഇവിടെ എന്താ? ഈ കാണുന്നതാണല്ലോ വൃത്തത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഇത് വൃത്തത്തിന്റെ റേഡിയസ് ആണ്. അതുപോലെ തന്നെ ഇത് ഈ സമചതുരത്തിന്റെ ഡയഗണലുമാണ്. കണ്ടോ? ഇത് സമചതുരത്തിന്റെ ഡയഗണലുമാണ്. അപ്പോ സമചതുരത്തിന്റെ ഒരു വശം 2 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സമചതുരത്തിന്റെ ഈ ഡയഗണലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2√2 ആയിരിക്കും. അതായത് ഒരു സമചതുരം, ഈ സമചതുരത്തിന്റെ ഒരു വശം A ആണ് എങ്കിൽ അതിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് √2a ആയിരിക്കും. ക്ലിയർ? സമചതുരത്തിന്റെ ഒരു വശം A ആണെങ്കിൽ അതിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് √2a ആയിരിക്കും. അപ്പൊ ഇവിടെ സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് എന്താ? 2 ആണ്. അപ്പൊ ഇതിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് 2√2 ആയിരിക്കും. 2√2 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു √2, ഇവിടെ ഒരു √2. അപ്പൊ ഈക്വലി 2√2ന്റെ ഹാഫ് ആണ്. 2√2 എന്ന് പറയുന്നത് വൃത്തത്തിന്റെ വ്യാസമാണ്. അപ്പോ വ്യാസം 2√2. ഈ സമചതുരത്തിന്റെ ഡയഗണൽ 2√2 ആണ്. സമചതുരത്തിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് വൃത്തത്തിന്റെ എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? വൃത്തത്തിന്റെ വ്യാസമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ വൃത്തത്തിന്റെ വ്യാസം 2√2 ആയതുകൊണ്ട് റേഡിയസ് എന്ന് പറയുന്നത് വ്യാസത്തിന്റെ പകുതിയായിരിക്കും. അപ്പൊ 2√2/2 എന്ന് പറയുമ്പോൾ √2 ആയിരിക്കും വൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ആരം കിട്ടി. റേഡിയസ് എന്ന് പറയുന്നത് √2 ആണ്. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു πr² എന്ന് വരും. അപ്പോൾ π × √2². √2² എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇതിന്റെ ഏരിയ
2π എന്ന് വരും. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു വൃത്തത്തില് ഒരു സമചതുരം അന്തർലേഖനം ചെയ്യുകയാണ് എങ്കിൽ അതിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് ആ വൃത്തത്തിന്റെ വ്യാസമായിരിക്കും. അപ്പൊ അങ്ങനെ ആ ഡയഗണൽ നമുക്ക് കണ്ടുപിടിക്കാം. ഒരു വശം എ ആണെങ്കിൽ സമചതുരത്തിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് √2a ആയിരിക്കും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് വ്യാസം കിട്ടും. വ്യാസത്തിൽ നിന്ന് നമ്മൾ അതിന്റെ പകുതി എടുത്തിട്ട് ആരം കണ്ടുപിടിക്കും. എന്നിട്ട് ഏരിയയുടെ ഇക്വേഷൻ πr² ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഒരു പോസിറ്റീവ് സംഖ്യയുടെ 4 മടങ്ങ് സംഖ്യയുടെ വർഗത്തിൽ നിന്ന് 96 കുറച്ചതിനോട് തുല്യമായാൽ സംഖ്യ ഏത്? അപ്പൊ ചോദ്യം നമുക്കൊന്ന് എഴുതാം. പോസിറ്റീവ് സംഖ്യയുടെ 4 മടങ്ങ്, അപ്പൊ സംഖ്യയെ ഞാൻ x ആയിട്ട് എടുത്തു. സംഖ്യയുടെ 4 മടങ്ങ് 4x എന്ന് പറയുന്നത് സംഖ്യയുടെ വർഗത്തിൽ നിന്ന് 96 കുറച്ചതിനോട് തുല്യമാണ്. അപ്പൊ 4x = സംഖ്യയുടെ വർഗം എന്ന് പറയുന്നത് x², അതിൽ നിന്നും 96 കുറച്ചതിനോട് തുല്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നേക്കുമ്പോൾ നമുക്ക് ഇത് ഡയറക്റ്റ് ഓപ്ഷനിൽ നിന്ന് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇത് ദ്വിമാന സമവാക്യങ്ങളിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുക്കും. അതിൽ നല്ലത് നമുക്ക് ഓപ്ഷനിൽ നിന്ന് പോകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്ഷൻ എ 10 ആണ്. 10 കൊടുക്കാം. അപ്പൊ LHS എന്ത് വരും? 4x എന്ന് പറഞ്ഞാൽ 4 × 10 40 വന്നു. RHS എന്ത് വരും? x² - 96 എന്ന് പറയുമ്പോൾ 16 16 16 - 96 എന്ന് പറഞ്ഞാൽ 80 വരും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം -80 വരും. LHS ≠ RHS. അപ്പോൾ ഓപ്ഷൻ എ അല്ല നമുക്ക് ഉത്തരമായിട്ട് വരുന്നു. ഇനി 8 ഇട്ട് കൊടുത്ത് നോക്കാം. ഓപ്ഷൻ ബി 8 ആണ്. നമ്മൾ ഇത് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ LHS എന്ന് പറയുന്നത് 4x 4 × 8 എന്ന് പറയുന്നത് 32 വരും. RHS എന്ത് വരും? 8² - 96. അപ്പോൾ 8² എന്ന് പറയുമ്പോൾ 64 64 - 96. 64 നിന്ന് 96 പോയാൽ -32 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതും ഈക്വൽ അല്ല. ഇനി നമുക്ക് ഓപ്ഷൻ സി ഇട്ട് കൊടുത്തു നോക്കാം. സി 12 ആണ്. അപ്പൊ LHS എന്ന് പറയുമ്പോൾ 4 × x 12 4 48 വരും. RHS എന്ന് പറയുമ്പോൾ 12² - 96 144 -96 എന്ന് വരും. 14 4 8 13 13 9 4 48. കണ്ടോ? LHS = നമുക്ക് RHS എന്ന് വന്നു. അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ ഇക്വേഷൻ ഒക്കെ വരുമ്പോൾ എക്സ് ഉള്ള ഇക്വേഷൻ ഒക്കെ വരുന്നെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് പോകുന്നതായിരിക്കും എപ്പോഴും എളുപ്പം. ഇനി ഒരു സംഖ്യയും അതിന്റെ 5/3 ഭാഗവും തമ്മിലുള്ള വ്യത്യാസം 50 ആയാൽ സംഖ്യ ഏത്? അപ്പൊ ഇങ്ങനെ വരുന്ന ചോദ്യത്തില് നമുക്ക് സംഖ്യയെ എക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? സംഖ്യയും അതിന്റെ 5/3 ഭാഗവും തമ്മിലുള്ള വ്യത്യാസം. സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആണ്. അതിന്റെ 5/3 ഭാഗം, അപ്പൊ 5/3 എന്ന് പറഞ്ഞാൽ എക്സിന്റെ 5/3 ഭാഗമാണ്. അതിന്റെ 5/3 ഭാഗം. അപ്പൊ എക്സിന്റെ 5/3 അതും തമ്മിലുള്ള വ്യത്യാസമാണ് തന്നേക്കുന്നത്. അപ്പൊ x - x × 3/5 എന്ന് പറയുന്നത് 50 ആണ്. ഇങ്ങനെയാവുമ്പോൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. x - 3x/5 = 50 എന്ന് വരും. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 5x - 3x/5 = 50 എന്ന് വന്നു. അപ്പം 5x - 3x എന്ന് പറയുമ്പോൾ 2x വരും. ഈ 5നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടാം. അപ്പൊ 5 × 50 250 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ x = 250/2 = 125. ഓപ്ഷൻ സി ആണ് എക്സിന്റെ വാല്യൂ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. -3⁴ × 5/3 = അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. -3⁴ × 5/3 എന്ന് എഴുതാലോ. ഇനി ഈ ഒരു സംഖ്യ എന്ന് പറയുന്നത് നോക്കിക്കേ, ഇത് നെഗറ്റീവ് സംഖ്യയാണ്. നെഗറ്റീവ് സംഖ്യയുടെ പവർ കാണുമ്പോൾ അത് ഈവൻ നമ്പർ ആണ് പവർ കാണേണ്ടതെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഓഡ് നമ്പറിലാണ് നമ്മൾ പവർ കാണുന്നത് എങ്കിൽ അത് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ -3⁴ എന്ന് പറഞ്ഞാൽ അത് 3⁴ തന്നെയായിരിക്കും. കാരണം ഇത് -3യുടെ പവർ 4 ടൈംസ് ആണ് എടുത്തേക്കുന്നത്. ഈവൻ നമ്പർ ഓഫ് ടൈംസ് എടുത്താൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഇനി -3⁵ ആയിരുന്നു എങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. 3⁵ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന് നെഗറ്റീവ് സൈൻ കൊടുക്കണം.
മനസ്സിലായല്ലോ. അപ്പൊ ഈ -3⁴ എന്ന് പറഞ്ഞാൽ ഇവിടെ പവർ ഈവൻ നമ്പർ ആയതുകൊണ്ട് അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, 3⁴ എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിനെ എഴുതാം. 3⁴ ഇൻറ്റു 5⁴ ബൈ 3⁴ എന്ന് വരും. 3⁴ഉം 3⁴ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ 5⁴ എന്ന് വരും. ഓപ്ഷൻ സി ആണ് നമുക്ക് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. -1² പ്ലസ് -1⁻³ പ്ലസ് -1⁴ പ്ലസ് -1⁵ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഒരു നെഗറ്റീവ് നമ്പർ ഉണ്ട്, അതിന്റെ പവർ ഈവൻ നമ്പർ ആണ് എങ്കിൽ അതിന്റെ ആൻസർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ആ നമ്പർ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുത്തെഴുതിയിട്ട് ആ ഈവൻ നമ്പറിന്റെ പവർ നമ്മൾ അവിടെ കണ്ടാൽ മതി. അപ്പോൾ അതായത് ഇപ്പൊ ഇവിടെ നോക്കിക്കേ, -1² എന്നാ പറഞ്ഞേക്കുന്നത്, ഇവിടെ ഈവൻ നമ്പർ ആണല്ലോ. അപ്പോൾ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കിടക്കുന്ന നമ്പറിനെ നമുക്ക് നെഗറ്റീവ് സൈൻ ഒഴിവാക്കി എടുത്തെഴുതിയിട്ട് ആ പവർ അതുപോലെ തന്നെ എഴുതി 1² കണ്ടാൽ മതി. ഇനി അടുത്ത ടൈം നോക്കിക്കേ, -1⁻³ ആണ്. അപ്പൊ ഈ 3 എന്ന് പറയുന്നത് എന്താ, ഓഡ് നമ്പർ ആണ്. ഇവിടെ പവർ ഓഡ് നമ്പർ വന്നാൽ നമ്മൾ ഈ മൈനസ് സൈൻ പുറത്തേക്ക് ഇടണം, ഉത്തരം നെഗറ്റീവ് വരും. ഓടാണ് എങ്കിൽ, പവർ ഓടാണെങ്കിൽ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. എന്നിട്ട് നമ്പർ നമ്മൾ എഴുതുക ⁻² ആ സെയിം പവർ. അപ്പൊ എങ്ങനെ വരും, മൈനസ് പുറത്തു വന്നു, 1⁻³ എന്ന് വരും. 1⁻³ എന്ന് പറയുന്നത് 1 ആണ്. അവിടെ ഉത്തരം പുറത്തൊരു മൈനസ് സൈൻ കൊടുക്കേണ്ടത്, അത് നമ്മൾ ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഈവൻ നമ്പറും ഓഡ് നമ്പറും വരുമ്പോൾ മാറ്റി കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ -1² ആണ്. അപ്പൊ നമുക്ക് 1² കണ്ടാൽ മതി, അത് പോസിറ്റീവ് ആയിരിക്കും, അത് 1 ആണ്. ഇനി ഇവിടെ -1⁻³ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ നമ്മൾ പുറത്തിട്ടു, എന്നിട്ട് 1³ കണ്ടുപിടിക്കും. 1³ 1 തന്നെയാണ്. ഇനി ഇവിടെയോ -1⁻⁴, ഇവിടെ ഈവൻ നമ്പറാണ് പവർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് പോസിറ്റീവ് ആയിരിക്കും ഉത്തരം വരുന്നത്. തന്നിരിക്കുന്ന നമ്പറിന്റെ പവർ 1⁻⁴ കാണുമ്പോൾ 1 എന്ന് തന്നെ വരും, +1 വന്നു. ഇനി ഇവിടെ നോക്കാം, -1⁻⁵. ഓഡ് നമ്പർ ആണ് വന്നേക്കുന്നത്. ഓഡ് നമ്പർ വന്നേക്കുന്നതുകൊണ്ട് നമ്മുടെ റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും. തന്നിരിക്കുന്ന നമ്പറിന്റെ പവർ 5 ടൈംസ് കാണും. 1⁻⁵ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി ഇതിനെ ഒന്ന് സോൾവ് ചെയ്താൽ മതി. 1 - 1 എന്ന് പറയുന്നത് 0 വരും, വീണ്ടും 1 - 1 0. അപ്പൊ ഇതിന്റെ ഉത്തരം നമുക്ക് 0 ആയിരിക്കും. ഓപ്ഷൻ സി ആണ് നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഒരു ചോദ്യം നോക്കാം. a + b = 28, b + c = 40, c + a = 32 ആയാൽ a + b + c യുടെ വില എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദ്യം വരുമ്പോൾ ഈ തന്നേക്കുന്ന ഇത് മൂന്നും നമുക്ക് അങ്ങ് ആഡ് ചെയ്യാം. നോക്കിക്കേ, a + b തന്നിട്ടുണ്ട്, a + b = 28. പിന്നെ എന്താ തന്നിരിക്കുന്നത്, b + c = 40, c + a = 32. ഇപ്പോൾ തന്നിരിക്കുന്ന 3 എക്സ്പ്രഷനെയും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്യാം. നോക്കിക്കേ, a + b + b + c + c + a. നോക്കിക്കേ, ഇത് എത്ര വരും, 2 × a + b + c എന്നതിന് എനിക്ക് എഴുതാൻ പാടില്ലേ? ഞാൻ ഇവിടെ ഒന്ന് എഴുതി കാണിക്കാം. a + b + b + c + c + a അല്ലേ. a + a എന്ന് പറയുമ്പോൾ 2 എന്ന് വരും, b + b എന്ന് പറയുമ്പോൾ +2b വരും, c + c എന്ന് പറഞ്ഞാൽ +2c എന്ന് വരും. ഇതിന്ന് 2 പുറത്തേക്ക് എടുത്താൽ 2 × a + b + c എന്ന് വരും. അങ്ങനെയാണ് കേട്ടോ ഇവിടെ ഇത് എഴുതിയിരിക്കുന്നത്, 2 × a + b + c. ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ ഇതിനെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ 2 × a + b + c എന്ന് വന്നു. അപ്പൊ നമുക്ക് എന്നിട്ട് ഈ ഒരു സൈഡും കൂടെ, ഇതിന്റെ RHSും കൂടെ അങ്ങ് ആഡ് ചെയ്യാം. 8 × 2 10, ശിഷ്ടം 1, 3 1 4, 4 4 8 2 10. അപ്പൊ 2 × a + b + c നമുക്ക് കിട്ടി, 100 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ a + b + c നമുക്ക് കണ്ടുപിടിക്കാലോ. 100/2 which is equal to 50 ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഇത് തീർന്നിട്ടില്ല, ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോയും ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. ഇതിന്റെ ബാക്കി ക്ലാസ്സുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക്